ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ലഞ്ച് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ലെമൺ റൈസ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെമൺ റൈസ്. പരിപ്പ് വെച്ചിട്ട് ലെമൺ റൈസിൻ്റെയും കേർഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി, അതുപോലെ ഉരുളക്കിഴങ്ങ് പൊടി റോസ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ പപ്പടവും തൈരും ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ വെജിറ്റേറിയൻ ലഞ്ച് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2.5 കപ്പ് ബസ്മതി അരി ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഉപ്പിട്ട് വേവിച്ച് വയ്ക്കാം. 2.5 കപ്പാണ്. സാധാരണ ലെമൺ റൈസിന് ഈ തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ ബസ്മതി അരി അല്ല ഉപയോഗിക്കുന്നത്, പൊന്നി അരി അല്ലെങ്കിൽ സോണ മസൂരി റൈസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ബസ്മതി അരിയാണല്ലോ എളുപ്പത്തിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തുവെന്നേ ഉള്ളൂ. അത് വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 സാധനങ്ങളും നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ലെമൺ റൈസ് ആണ്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സാധാരണ നല്ലെണ്ണയോ അല്ലെങ്കിൽ പീനട്ട് ഓയിലോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് അത്ര ഇഷ്ടമാകത്തില്ല. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ടൊരു 1 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3-4 വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചതും 2 പിടി പീനട്ട്, അതായത് കപ്പലണ്ടിയും ചേർക്കാം. ഇതിൻ്റെ കൂടെ ചിലർ കശുവണ്ടിയും ചേർക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പിടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു 1-2 ടീസ്പൂൺ ചനാദാൽ, അതായത് കടലപ്പരിപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്താണ് സാധാരണ ലെമൺ റൈസ് ഉണ്ടാക്കുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കി ബാക്കി സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കടലപ്പരിപ്പ് ചേർത്തില്ലെങ്കിലും അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത് മൂത്ത് കഴിയുമ്പം ചെറിയ തീയിലിട്ടിട്ട് 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. തീ കുറച്ച് വെക്കണേ, കരിഞ്ഞു പോരുത്, പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കായപ്പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച ചുവ, മഞ്ഞളിൻ്റെയും കായത്തിൻ്റെ ആ ഒരു പച്ച ചുവ അങ്ങ് മാറ്റണം. പറഞ്ഞ പോലെ ചെറിയ തീയിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് ബസ്മതി അരി അളന്നെടുത്തിട്ട് ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. ഇനി ലാസ്റ്റാണ് നമ്മൾ ഇതിനകത്ത് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളൊരു ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചിരിക്കുന്നത്. ഒത്തിരി പുളി കാണത്തില്ല, എന്നാലും ലെമൺ റൈസ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ആ ഒരു നാരങ്ങയുടെ പുളി ഉണ്ടാവണമല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ലെമൺ റൈസ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് വേണം കഴിക്കാൻ കേട്ടോ. ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുന്നേക്കാളും കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ വരുന്നത്. നമ്മൾ ചേർത്ത നാരങ്ങയുടെയും കായത്തിൻ്റെയും പിന്നെ ആ ഒരു താളിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് അതിനകത്തോട്ട് വരുന്നത് കുറച്ച് സമയം ഒന്ന് വെച്ച് കഴിയുമ്പോഴാണ്. അപ്പോൾ ആദ്യം ലെമൺ റൈസ് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി സൈഡ് ഡിഷൊക്കെ റെഡിയാക്കിയാൽ മതി. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്, ഒരു 1 ടീസ്പൂൺ നല്ലെണ്ണ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നല്ലെണ്ണയിലൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു തമിഴ് സ്റ്റൈൽ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷേ ഫുള്ള് നല്ലെണ്ണ ചേർക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഒരു 1 ടീസ്പൂൺ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ലെമൺ റൈസ് റെഡിയായി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടി റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരു പാനിൽ ഒരു അല്പം എണ്ണ ഒഴിക്കാം, വളരെ കുറച്ച് മതി. 1 ടീസ്പൂൺ എണ്ണ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിനകത്തോട്ടൊരു 1/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 വറ്റൽമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഒരു 7-8 എണ്ണമൊക്കെ വേണമെങ്കിലും ചേർക്കാം. നല്ല എരിവിൽ റെഡിയാക്കണമെങ്കിൽ അത്രയും ചേർത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് നമ്മൾ തോരനൊക്കെ ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ള് ഉലുവ കൂടി ഇട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം, നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വറ്റൽമുളക് കുറച്ചും കൂടി ചേർത്ത് നല്ല എരിവിലാണ് സാധാരണ ഉരുളക്കിഴങ്ങ് പൊടി റോസ്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിവിടെ കുട്ടികൾക്കും കൂടി കൊടുക്കാനായതുകൊണ്ട് 2 വറ്റൽമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ അതേ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാവേ. ഒരുപാട് അങ്ങ് നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആവണ്ട, ചെറിയൊരു തരിയോടുകൂടി പൊടിച്ചെടുക്കണം. അപ്പോൾ ദേ ഇതുപോലെ പൊടിച്ചെടുക്കാം. കണ്ടോ, ചെറിയൊരു തരിയോടുകൂടിയാണ്. ഇനി അതേ പാനിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. ഒരു 2-3 ടീസ്പൂൺ എണ്ണ മിനിമം വേണം കേട്ടോ, കാരണം ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ഒരുപാട് കുറഞ്ഞു പോകണ്ട. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിയുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആദ്യം വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാടങ്ങ് കുഴഞ്ഞു പോരുത്, മനസ്സിലായോ? ഒത്തിരി അങ്ങ് സോഫ്റ്റായി പോകാത്തൊരു പരുവത്തിന് വേണം വേവിച്ച് വെക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഓരോ പീസായിട്ട് തന്നെ കിടക്കുന്ന രീതിയിൽ വേണം ആദ്യം വേവിക്കാൻ. എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇത് നല്ലോണം എണ്ണയിലൊന്ന് വഴറ്റണം. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറ്റൽമുളക് നമ്മൾ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നല്ല ചുവന്ന കളറിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ വറ്റൽമുളക് കുറച്ച് ചേർത്തുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് കളറിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലോണം മുരിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊടി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കേർഡ് റൈസിൻ്റെയും ഈ ലെമൺ റൈസിൻ്റെയൊക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മളിനി പരിപ്പ് ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇനി പരിപ്പ് തുകയിൽ അല്ലെങ്കിൽ പരിപ്പ് ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ അല്പം എണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ മതി. അതിനകത്തോട്ടൊരു 1/4 കപ്പ് തോരൻ പരിപ്പ് അല്ലെങ്കിൽ ഇതുപോലെ ചുവന്ന ദാൽ, മസൂർ ദാൽ ചേർക്കാം. തോരൻ പരിപ്പിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ മസൂർ ദാലിനും. അപ്പോൾ അതുകൊണ്ട് ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ സാമ്പാറിനും ഒക്കെ ഈ ചുവന്ന പരിപ്പ് ഇടാറുണ്ട് കേട്ടോ. സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടും. ഇതിനകത്തോട്ടൊരു 2 ടീസ്പൂൺ ഉഴുന്ന് കൂടി ഇട്ടു. 3-4 വറ്റൽമുളക്, ഒരു 3 വെളുത്തുള്ളി, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കണം. നല്ലൊരു മണം വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ആദ്യം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർത്താൽ മതി. കാരണം ആദ്യം തന്നെ വെള്ളം ചേർത്താൽ ചിലപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം. ഈ പരിപ്പ് ചട്നി 2 രീതിയിലുണ്ടാക്കും. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് അരച്ചെടുക്കും, അല്ലെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ ചേർത്തും അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ആ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു 2 ചെറിയ പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം വാളംപുളി. പുളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ആദ്യം ഒന്ന് അരച്ച് നോക്കിയിട്ട് പുളി വേണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പുളി ഉള്ളതാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ കറക്റ്റ് അളവില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ചട്നി അല്ലെങ്കിൽ പരിപ്പ് തുകയിൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണേ, ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ ഞാനിത് താളിക്കുന്നില്ല, ഇതുപോലെ തന്നെ കഴിക്കാനാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഒരല്പം കടുകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഇത് ഇതുപോലെ ലെമൺ റൈസിന് മാത്രമല്ല, ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്, നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. തോരൻ പരിപ്പൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെജിറ്റേറിയൻ ലഞ്ച് റെഡി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലെമൺ റൈസ്, ഒരു പരിപ്പ് ചമ്മന്തി,
ഉരുളക്കിഴങ്ങ് പൊടി റോസ്റ്റ്, പിന്നെ കുറച്ച് തൈരും പപ്പടം. നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.